ഷക്കീന അമേരിക്കാസ് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന പ്രോഗ്രാമിലേക്ക് വരുവാനായിട്ട് സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ പേര് ഫാദർ ജോമോൻ കല്ലടാന്തിയിൽ. ഞാൻ ഹോളി ക്രോസ് സന്യാസ സമൂഹത്തിലെ ഒരു വൈദികനാണ്. കാനഡയിൽ മോൺട്രിയോളിൽ യേശുപിതാവിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ പള്ളിയിലാണ് 18 വർഷങ്ങളായിട്ട് ശുശ്രൂഷ ചെയ്യുന്നത്. ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ വിശുദ്ധ ബ്രദർ ആൻഡ്രയുടെ മോൺട്രിയോളിലെ യേശുപിതാവിൻ്റെ നാമത്തിലുള്ള പള്ളി സ്ഥാപിച്ച വിശുദ്ധ ബ്രദർ ആൻഡ്രയുടെ ഫസ്റ്റ് ക്ലാസ് റലിക്ക് തിരുശേഷിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. 2010 വിശുദ്ധ ബ്രദർ ആൻഡ്രയുടെ നാമകരണം നടന്നത്. പക്ഷെ എല്ലാം തുടങ്ങിയത് ഒരു ചെറിയ ഒരു കഥയിൽ നിന്നാണ്. മോൺട്രിയോൾ, കാനഡ, ഒരു ചെറിയ ഗ്രാമത്തിലാണ് ആൽഫ്രഡ് എന്ന് പറയുന്ന വ്യക്തി ജനിക്കുന്നത്. മോസ് സാങ്ക്രഗ്വാഹ് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു. ജനിച്ചപ്പോഴേ മരിച്ചു പോകും എന്ന് മാതാപിതാക്കൾക്ക് തോന്നി. അപ്പോൾ തന്നെ എമർജൻസി ആയിട്ട് മാമുദീസ കൊടുക്കുകയാണ് ഈ കുഞ്ഞിന്. ഈ കുഞ്ഞ് വളർന്നു വരുന്നു. ആരോഗ്യം മോശമാണ്, കാര്യങ്ങളൊന്നും അധികം ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷെ 92 വയസ്സ് വരെ ജീവിക്കുന്നു. പ്രാർത്ഥനയുടെ ഒരു വ്യക്തിയായിരുന്നു ആൽഫ്രഡ്. പക്ഷേ ആൽഫ്രഡ് ചെറുപ്പത്തിലെ തന്നെ മാതാപിതാക്കൾ മരിച്ചു പോകുന്നു. 10 വയസ്സുള്ളപ്പോൾ ആൽഫ്രഡിൻ്റെ അപ്പൻ മരിച്ചുപോയി. അപ്പനൊരു തടിവെട്ടുകാരനായിരുന്നു. ഒരു തടി മേത്ത് വീണ് ആൾ മരിച്ചു പോകുന്നു. 12 വയസ്സുള്ളപ്പോൾ അമ്മയും മരിച്ചു പോകുന്നു. അമ്മ ട്യൂബർക്കുലോസിസ് ആയിട്ട് മരിക്കുന്നു. അവർ 12 മക്കളായിരുന്നു. 12 മക്കളും ചിതറപ്പെട്ടു. ഒരു ഗ്രാമത്തിൽ നിന്ന് വേറൊരു ഗ്രാമത്തിലേക്ക് പോകുന്നു. ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് പോകുന്നു. ജോലി തേടിയാണ് പോകുന്നത് പല സ്ഥലങ്ങളിലേക്ക്. അങ്ങനെ 20 വയസ്സ് വരെ ഈ ചെറുപ്പക്കാരൻ കാനഡയിൽ പല സ്ഥലങ്ങളിലായിട്ട് ജീവിച്ച് 20-ാം വയസ്സിൽ കാനഡ വിട്ട് അമേരിക്കയിലേക്ക്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലേക്ക് പോവുകയാണ്. അവിടെ ന്യൂയോർക്കിലും മാസച്യൂസെറ്റ്സ്, കണക്റ്റിക്കട്ട്, ഇങ്ങനെ പറഞ്ഞ പല സ്ഥലങ്ങളിലായിട്ട്, ബോസ്റ്റണിൽ, അവിടെ ഇവിടെയെല്ലാം ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ വകുപ്പില്ല, ചെറിയ ജോലി ചെയ്യണം. ജോലി കൊടുക്കുന്നവർ അധികം നാൾ ഈ വ്യക്തിയെ, ആൽഫ്രഡിനെ, കൂടുതൽ നിർത്തുന്നില്ല. കാരണം ആളുടെ ആരോഗ്യം വളരെ മോശമാണ്. ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഉറങ്ങത്തില്ല, ഭക്ഷണം കഴിക്കത്തില്ല, ജോലി ചെയ്യത്തില്ല, ഒത്തിരി പ്രശ്നങ്ങൾ. 4 വർഷം അമേരിക്കയിൽ താമസിച്ചിട്ട് ആൾ തിരിച്ച് കാനഡയിലേക്ക് പോകുന്നു. അവിടെ പോയി ഗ്രാമത്തിലുള്ള അച്ഛനെ കാണുന്നു. ചെറുപ്പത്തിലോട്ട് അറിയാവുന്ന വിയാരിച്ചൻ ആൻഡ്രേ പ്രൊവൻസാൽ എന്നാണ് അച്ഛൻ്റെ പേര്. ആ അച്ഛനെ ചെന്ന് കാണുകയാണ്. അച്ഛനോട് പറഞ്ഞു, എനിക്ക് ഒരു സന്യാസ സമൂഹത്തിൽ ചേർന്ന് ഒരു ബ്രദറായി ജീവിതകാലം മൊത്തം ഒരു സന്യാസ ബ്രദറായി ജീവിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുന്നു. അച്ഛൻ ഒത്തിരി നല്ല മനുഷ്യനായിരുന്നു. അച്ഛൻ ആ വ്യക്തിയോട് പറയുന്നു, ചെറുപ്പക്കാരനോട് പറയുന്നു, നിന്നെ എനിക്ക് ചെറുപ്പത്തിൽ തൊട്ട് അറിയാം, ചെറുപ്പകാലം തൊട്ട് നിന്നെ അറിയാം, കുഞ്ഞുനാൾ തൊട്ട് നിന്നെ അറിയാം, നിൻ്റെ കുടുംബത്തെ എനിക്കറിയാം, മാതാപിതാക്കളെ അറിയാം, എല്ലാവരെയും എനിക്കറിയാവുന്നതാണ്. നല്ലൊരു വ്യക്തിയാണ് നീ, നല്ലൊരു കുടുംബത്തിൽ നിന്ന് വരുന്ന വ്യക്തി, നിനക്ക് ഒത്തിരി വിശ്വാസമുണ്ട് എന്നെനിക്കറിയാം, വിശ്വാസത്തിൽ വളർന്ന ഒരു വ്യക്തിയാണ് നീ എന്നെനിക്കറിയാം. ഒരു പ്രശ്നമില്ല. പല സന്യാസ സമൂഹങ്ങൾ നമ്മളുടെ അടുത്തുണ്ട്. ഇവിടെ മോൺട്രിയോൾ അടുത്ത് തന്നെയുണ്ട്. നീ അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയി ചോദിക്കുക, അവരാരെങ്കിലും നിന്നെ സന്യാസ സമൂഹത്തിലെടുക്കും. പിന്നെ അതിൻ്റെ ഫോർമേഷനൊക്കെ നടത്തി പഠനങ്ങളൊക്കെ പഠിച്ച് നിനക്ക് ഒരു സന്യാസ സമൂഹത്തിലെ ഒരു അംഗമായി തീരാം എന്ന് പറഞ്ഞു. ആൾ പോകുന്നു. ആൽഫ്രഡ് പല സ്ഥലത്ത് ചെന്നു. ഹി നോക്ക് ദ ഡോർസ് ഓഫ് ഡിഫറെൻറ്റ് റിലീജിയസ് കമ്മ്യൂണിറ്റീസ്. അവിടെ ചെന്ന് വാതിൽ കൊട്ടി. ഒരു വാതിലും തുറന്നില്ല. തുറന്നവരൊക്കെ ആളെ സ്വീകരിച്ചില്ല. കാരണം ആൽഫ്രഡിന് നല്ലൊരു ബാക്ക്ഗ്രൗണ്ടില്ല. ആൾ പഠനമൊന്നും നടത്തിയിട്ടില്ല, സ്കൂളിൽ പോയിട്ടില്ല, എഴുതാനും വായിക്കാനും കഷ്ടിച്ചേ അറിയത്തുള്ളൂ, ജോലിക്ക് ജോലി ചെയ്യാൻ പറ്റിയില്ല, ആരോഗ്യം മോശമാണ്, അങ്ങനെയുള്ള ഒത്തിരി ഇഷ്യൂസ്. അപ്പം ഈ വ്യക്തി ആൽഫ്രഡ് തിരിച്ച് അച്ഛനെ കാണാൻ പോകുന്നു. അച്ഛനൊരു നല്ലൊരു റെക്കമെൻഡേഷൻ ലെറ്റർ എഴുതുകയാണ്. ഈ ലെറ്റർ എഴുത്തെഴുതിയത് ഹോളി ക്രോസ് സന്യാസ സഭയുടെ സുപ്പീരിയർ പ്രൊവിൻഷ്യലായിട്ടിരിക്കുന്ന അച്ഛനാണ് മോൺട്രിയോളിൽ. അച്ഛന് എഴുതിയ എഴുത്തിൽ ഈ വിചാരിച്ചൻ എഴുതി, ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ അയക്കുന്ന ഈ വ്യക്തി ആൽഫ്രഡ് ബെസ്സറ്റ് ഒരു നല്ല മനുഷ്യനാണ്.
ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒത്തിരി വിശ്വാസമുള്ളൊരു വ്യക്തിയാണ്. എനിക്ക് ഇയാളെ കുഞ്ഞിലെ തൊട്ടേ അറിയാം, ജനിച്ചപ്പോൾ തൊട്ട് ഇയാളെ അറിയാവുന്നതാണ്. മാതാപിതാക്കൾ മരിച്ചുപോയി, സഹോദരങ്ങളെല്ലാം ചിതറപ്പെട്ടു. എങ്കിലും ആൽഫ്രഡ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ നല്ലൊരു വ്യക്തിയാണ്. ഇയാളെ സ്വീകരിക്കണം. ഇയാൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ലായിരിക്കും, പക്ഷേ ഒരു കാര്യം തീർച്ചയായിട്ടും ഈ വ്യക്തി ചെയ്യും. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രാർത്ഥനയിൽ അടിയുറച്ച ഒരു വിശ്വാസ ജീവിതം ഈ വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വ്യക്തിയെ സ്വീകരിക്കണം. ആ എഴുതി തീരുന്നതിന് മുമ്പായിട്ട് വിയാരിച്ചൻ ആൻഡ്രേ പ്രൊവൻസാൽ എഴുതി, ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നത് ഒരു വിശുദ്ധനെയാണ്. എന്നിട്ട് ആൾ ഒപ്പിട്ടു, വിയാരിച്ചൻ ഒപ്പിട്ടു. ഈ എഴുത്തുമായിട്ട് ആൽഫ്രഡ് ബസറ്റ് മോൺട്രിയോളിലേക്ക് യാത്ര ചെയ്തു. അവിടെ ചെന്ന് ഹോളി ക്രോസ് സന്യാസ സമൂഹത്തിലെ സുപ്പീരിയർ അച്ഛനെ കണ്ടു, അവിടെ എടുത്തു, ആ സമൂഹത്തിൽ സ്വീകരിച്ചു. ഒരു വർഷത്തെ പ്രാർത്ഥന, നോവിഷ്യറ്റ് കാലം, ഡിസേൺമെൻറ്റ്, ബ്രദറായി തീരുന്നതിനുള്ള ഒരുക്കങ്ങൾ ഇതെല്ലാം നടത്തി. ആൾ റിലീജിയസ് പ്രൊഫഷൻ ചെയ്തു, വ്രതങ്ങളൊക്കെ ചെയ്തു. ഒരു റിലീജിയസ് ബ്രദറായി ഹോളി ക്രോസ് സന്യാസ സമൂഹത്തിൽ. ആളുടെ പേര് മാറ്റി, ആൽഫ്രഡ് ബസറ്റ് എന്നുള്ള പേര് ആൻഡ്രേ ബസറ്റ് എന്നാക്കി. ആ എഴുത്തെഴുതിയ അച്ഛൻ്റെ പേര് തന്നെ അഡോപ്റ്റ് ചെയ്തു, സ്വീകരിച്ചു. ആ അച്ഛൻ്റെ പേര് തന്നെ സ്വീകരിച്ചു, ആൻഡ്രേ, ബ്രദർ ആൻഡ്രേ. ബ്രദർ ആൻഡ്രേക്ക് ആദ്യം കിട്ടിയ ഉത്തരവാദിത്വം ഒരു വാതിൽ സൂക്ഷിപ്പുകാരനായിട്ടാണ്. ഹോളി ക്രോസ് സന്യാസ സഭയിലെ ബ്രദേഴ്സ് അച്ഛന്മാരൊക്കെ നടത്തുന്ന ഒരു വലിയ കോളേജ് മോൺട്രിയാൾ നഗരത്തിലുണ്ട്. ആ കോളേജിൻ്റെ വാതിൽ സൂക്ഷിപ്പുകാരൻ, വാതിൽ തുറക്കുക, വാതിലടയ്ക്കുക, അതായിരുന്നു ബ്രദർ ആൻഡ്രയുടെ ജോലി. അവിടെ കുറച്ച് നാളൊന്നുമല്ല ജോലി ചെയ്തു, 39 വർഷം ഈ വാതിൽ സൂക്ഷിപ്പുകാരനായി വാതിലടയ്ക്കുകയും തുറക്കുകയും ചെയ്യുകയാണ്. എങ്ങനെ ഒരു വിശുദ്ധനായിത്തീരും? 39 വർഷം ഒരാൾ വാതിൽ തുറക്കുകയും അടയ്ക്കുകയും ചെയ്താൽ എത്ര എളുപ്പമാണ് ഒരു വിശുദ്ധനായിത്തീരാൻ. പക്ഷെ ആളുടെ ജീവിതം വിശ്വാസത്തിൽ ഉറച്ച ജീവിതമായിരുന്നു. ഈശോയെ മുറുകെ പിടിക്കുന്ന ഒരു ജീവിതമായിരുന്നു. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കും, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഈ വാതിലിൽ കൂടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് കുട്ടികളും സ്റ്റുഡൻസും ടീച്ചേഴ്സും പേരൻസും എല്ലാവരും വരുന്നുണ്ടായിരുന്നു. കയറിപ്പോവുകയും വരികയും ഇറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവരോടൊക്കെ ഈ ബ്രദർ ആൻഡ്രേ സംസാരിച്ചു. അവരുടെയൊക്കെ ഒരു സുഹൃത്തായി തീർന്നു ഈ ബ്രദർ ആൻഡ്രേ. എല്ലാവരുടെയും സുഹൃത്ത്, എല്ലാവർക്കും സന്തോഷം. കുട്ടികളെ സ്റ്റുഡൻസിനെയൊക്കെ ടീച്ചേഴ്സിനെ എല്ലാം പേരൻസിനെയൊക്കെ വിളിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ വരും എൻ്റെ കൂടെ. ഈ കോളേജിൻ്റെ അകത്തൊരു ചെറിയ ചാപ്പലുണ്ട്, ആ ചാപ്പലിലേക്ക് വിളിച്ചു. തുടക്കത്തിൽ 1, 2, 3 കുട്ടികൾ പ്രാർത്ഥിക്കുവാനായിട്ട് പോയി. ഈ ബ്രദർ ആൻഡ്രയോട് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളും കൃപയും രോഗശാന്തിയും ഒക്കെ കിട്ടുവാൻ തുടങ്ങി. അങ്ങനെ കൂടുതൽ ആൾക്കാർ, കുട്ടികൾ, പേരൻസ്, ടീച്ചേഴ്സ് എല്ലാം പ്രാർത്ഥിക്കാനായിട്ട് പോകാൻ തുടങ്ങി. അവർക്കെല്ലാം ദൈവ അനുഭവങ്ങൾ ഉണ്ടാകുകയാണ്. ബ്രദർ ആൻഡ്രേ പ്രാർത്ഥിക്കുന്നതെല്ലാം യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥത്തിലാണ്. എപ്പോഴും യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. പണ്ട് അപ്പൻ മരിച്ച സമയം തൊട്ട് യൗസേപ്പ് പിതാവിനോടുള്ള ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഭക്തി ഈ ബ്രദർ ആൻഡ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും യൗസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. ഒരു കുട്ടിയുടെ പ്രശ്നം പറഞ്ഞു, കുട്ടിക്ക് ക്ലാസ്സിലിരിക്കത്തില്ല, നടുവിന് വേദനയാണ്, ഭയങ്കര വിഷമമാണ്. ബ്രദർ ആൻഡ്രയോട് പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേ പ്രാർത്ഥിച്ചു. യൗസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈ കുട്ടിയുടെ നടുവേദന അപ്പോഴേ മാറുന്നു. അതുപോലെ തന്നെ ഒരു ടീച്ചറിന് ക്യാൻസറായ അസുഖമായി ഡോക്ടേഴ്സ് പറഞ്ഞു 3 മാസം കൊണ്ട് മരിച്ചു പോകും. ഈ ടീച്ചർ ബ്രദർ ആൻഡ്രയുടെ അടുത്ത് ചെല്ലുന്നു, പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നു. ബ്രദർ ആൻഡ്രേ ഈ ടീച്ചറിനോട് തിരിച്ച് വീട്ടിൽ പോയി വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ നാമത്തിൽ ഒരു നൊവേന സമർപ്പിക്കാനായിട്ട് പറയുന്നു. 3 മാസം കഴിഞ്ഞ് ആശുപത്രിയിൽ പോയി ചെക്കപ്പ് ചെയ്ത് തിരിച്ച് സർട്ടിഫിക്കറ്റുമായിട്ട് വരണമെന്ന് പറയുന്നു. തിരിച്ചു വന്നു. ടീച്ചർ തിരിച്ചു വന്നപ്പോൾ സർട്ടിഫിക്കറ്റിൽ ക്ലീനാണ്, അസുഖമെല്ലാം ഭേദമായിരിക്കുന്നു, ക്യാൻസറൊക്കെ വിട്ടുപോയിരിക്കുന്നു. അങ്ങനെ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം പ്രവർത്തിക്കുന്നു ബ്രദർ ആൻഡ്രേ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ. ബ്രദർ ആൻഡ്രയുടെ ഒരു ചെറിയ ആഗ്രഹം, ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നു ജീവിതത്തിൽ. ആ ആഗ്രഹം യൗസേപ്പ് പിതാവിൻ്റെ നാമത്തിൽ ഒരു ദേവാലയം പണിയണമെന്നുള്ളതായിരുന്നു. വരുന്നവരോടും പോകുന്നവരും എല്ലാം അത് പറയും. ഒത്തിരി വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചു. അവസാനം സുപ്പീരിയേഴ്സിൻ്റെ അടുത്തുനിന്ന് പെർമിഷൻ കിട്ടി ഒരു ചെറിയൊരു ദേവാലയം പണിയാനായിട്ട്. ആ ദേവാലയം
1904 മൗണ്ട് റോയൽ എന്ന് പറയുന്ന മോൺട്രിയോളിലെ ഏറ്റവും ഉയരമുള്ള ഒരു സ്ഥലത്ത് പണിയുകയാണ്. ബ്രദർ ആൻഡ്രയും സുഹൃത്തുക്കളും എല്ലാവരും കൂടി പണിയുന്നു. ബ്രദർ ആൻഡ്രയ്ക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ടായിരുന്നു. സുഹൃത്തുക്കളുടെയൊക്കെ വീടുകളിലൊക്കെ പോകുമായിരുന്നു ബ്രദർ ആൻഡ്രെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആർക്കെങ്കിലും അസുഖമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് പോകുമായിരുന്നു. 1904 ചെറിയ ദേവാലയം പണിതപ്പോൾ ബ്രദർ ആൻഡ്രയ്ക്ക് അങ്ങോട്ട് മാറ്റം കിട്ടി. ഈ വാതിൽ സൂക്ഷിപ്പുകാരൻ എന്നുള്ള ജോലി വിട്ടിട്ട് പുതിയ ദേവാലയത്തിൻ്റെ സൂക്ഷിപ്പുകാരനായിട്ട് ദ ഗാർഡിയൻ ഓഫ് ദി ഓറട്ടോറി എന്നുള്ള ടൈറ്റിൽ കിട്ടി. അങ്ങോട്ട് മാറുവാനായിട്ട് സുപ്പീരിയർ അച്ഛൻ പറഞ്ഞപ്പോൾ ബ്രദർ ആൻഡ്രെ ഒരു വൈദികനെ, ഒരു അച്ഛനെ കൂടുതൽ തരണമെന്ന് പറഞ്ഞു. കാരണം ഇതൊരു പള്ളിയിലേക്കാണ് പുതിയ നിയമനം കിട്ടിയിരിക്കുന്നത്. ബ്രദർ ആൻഡ്രെ അച്ഛനല്ലായിരുന്നു, ബ്രദറായിരുന്നു. കുർബാന ചെല്ലത്തില്ല, കൂദാശകൾ കൊടുക്കത്തില്ല, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുള്ളത് കൊണ്ട് ഒരച്ഛനെ കൂടുതൽ കിട്ടണമെന്ന് പറഞ്ഞു. കാരണം ബ്രദർ ആൻഡ്രെ വിശ്വസിച്ചിരുന്നത് എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചത് ദൈവത്തിൽ നിന്നാണ്, ഈശോയാണ് പ്രവർത്തിച്ചത്. ചുറ്റുമുള്ള എല്ലാവരും പറഞ്ഞു ബ്രദർ ആൻഡ്രെ അത്ഭുത പ്രവർത്തകനാണ്. അപ്പോൾ ബ്രദർ ആൻഡ്രെ പറയും, ഞാനല്ല അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്, ഈശോയാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നു, വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ഈശോയോട് പ്രാർത്ഥിക്കുന്നു, ഈശോയാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. എനിക്ക് ഈശോയെ സ്വീകരിക്കണം, വിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിക്കണം. എനിക്ക് എൻ്റെ ചുറ്റും വരുന്നവർക്ക്, പ്രാർത്ഥിക്കുവാനായിട്ട് വരുന്നവർക്ക് ഈശോയെ, വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വരുന്ന ഈശോയെ കൊടുക്കണം. വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വരുന്ന ഈശോയാണ് സത്യമായി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത് എന്ന് ബ്രദർ ആൻഡ്രെ പറഞ്ഞു. അച്ഛനെ കിട്ടുവാനായിട്ടുള്ള സാധ്യതയില്ലായിരുന്നു. അപ്പോൾ ബ്രദർ ആൻഡ്രെ പറഞ്ഞു, ഞാൻ പുതിയ ദേവാലയത്തിലേക്ക് പോകുവാൻ മടി കാണിക്കും, കാരണം എനിക്ക് വിശുദ്ധ കുർബാന വേണം. അപ്പോൾ സുപ്പീരിയർ അച്ഛൻ പറഞ്ഞു, ഒരച്ഛനെ തരാം, പക്ഷേ അച്ഛനൊരു പ്രശ്നമുണ്ട്, അച്ഛന് കണ്ണ് കാണത്തില്ല, അച്ഛന് കണ്ണ് രണ്ടും കാണത്തില്ല, അച്ഛന് കുർബാന ചെല്ലാൻ സാധിക്കില്ലായിരിക്കും, അച്ഛന് ബൈബിൾ വായിക്കാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അച്ഛനെയല്ലേ ചോദിച്ചേ, ഒരച്ഛനെ കൂട്ടിന് തരാം, അച്ഛൻ കൂട്ടത്തിൽ വന്ന് പ്രാർത്ഥിച്ചോളും, പറഞ്ഞാൽ മതി. അപ്പോൾ ബ്രദർ ആൻഡ്രെ പറഞ്ഞു, കുഴപ്പമില്ല, കണ്ണ് കാണത്തില്ലാത്ത ആ അച്ഛനെ, ക്ലെമൻ്റ് എന്നായിരുന്നു അച്ഛൻ്റെ പേര്, ആ അച്ഛനെ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ അച്ഛനോട് പറഞ്ഞു, ബ്രദർ ആൻഡ്രെ പറഞ്ഞു, അച്ഛ നാളെ കുർബാന ചെല്ലണം, നമുക്ക് പുതിയ പള്ളിയിൽ കുർബാന ചെല്ലണം. അച്ഛൻ പറഞ്ഞു, എനിക്ക് പറ്റുകയില്ല, എനിക്ക് കുർബാന ചെല്ലാൻ സാധിക്കില്ല, എനിക്ക് കണ്ണ് കാണത്തില്ല, എൻ്റെ കണ്ണിൻ്റെ രണ്ടിനും കാഴ്ച നഷ്ടപ്പെട്ടതാണ്, 100% കാഴ്ചയില്ല, ഞാനെങ്ങനെ കുർബാന ചെല്ലും? ബ്രദർ ആൻഡ്രെ പറഞ്ഞു, ഇല്ല, അച്ഛൻ നാളെ കുർബാന ചെല്ലും. അച്ഛന് പിറ്റേ ദിവസം കാഴ്ച തിരിച്ചു കിട്ടുന്നു. അച്ഛൻ കുർബാന സമർപ്പിച്ചു. ബ്രദർ ആൻഡ്രെ സൈഡിൽ നിന്നു പ്രാർത്ഥിച്ചു. ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും ആയിരക്കണക്കിന് ആൾക്കാർ, കൂടുതൽ ജനങ്ങൾ ഒഴുകിയെത്തി പുതിയ പള്ളിയിലേക്ക്, പുതിയ ദേവാലയത്തിലേക്ക്. ബ്രദർ ആൻഡ്രെ പ്രാർത്ഥിച്ചു. ക്ലെമൻ്റ് അച്ഛൻ കുർബാന ചൊല്ലി സമർപ്പിച്ച് എല്ലാവർക്കും ഈശോയെ കൊടുത്തു. 10,000 ജനങ്ങൾക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തിൽ നിന്ന് ഉണ്ടായി. ബ്രദർ ആൻഡ്രെ എപ്പോഴും വളരെ സൗമ്യനും ശാന്തനുമായിട്ട്, വളരെ ഹംബിൾ ആൻഡ് സിമ്പിളായിട്ട് എപ്പോഴും നിലകൊണ്ടു. വരുന്നവരെല്ലാം സ്വീകരിച്ചു, അവരുടെ പ്രശ്നങ്ങളെല്ലാം കേട്ടു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവരുടെ വീടുകളിൽ പോയി. അങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ ഒത്തിരി സ്നേഹത്തോടു കൂടി, ഈശോയുള്ള സ്നേഹത്തോടു കൂടി ചെയ്തു. അപ്പോൾ ആൾക്കാരെല്ലാം ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. ചെറിയൊരു ദേവാലയമാണ്, 10-25 പേർക്ക് ഇരിക്കാവുന്ന ദേവാലയത്തിൻ്റെ പുറത്ത് വന്ന് കുർബാനയ്ക്ക് ആൾക്കാർ നിൽക്കുമ്പോൾ, മഞ്ഞ് സമയത്ത് ഒത്തിരി തണുപ്പാണ്. അവർ തന്നെ ഒരു വലിയ ദേവാലയത്തിന് വേണ്ടി ചോദിച്ചു. അങ്ങനെ അതിൻ്റെ ഒരു പ്ലാൻ ഇട്ടു. അതൊരു ഏറ്റവും വലിയ ദേവാലയമായിട്ട്, ലോകത്തിലെ ഏറ്റവും വലിയ യോസേപ്പ് പിതാവിൻ്റെ നാമത്തിലുള്ള ദേവാലയമായിട്ട് പണിയാനുള്ള പ്ലാനിട്ടു. 50 വർഷങ്ങളിൽ കൂടുതൽ എടുത്ത് ആ ദേവാലയത്തിൻ്റെ പണി പൂർത്തിയാക്കി. അതിൻ്റെ ഇടയ്ക്ക് 1937 ജനുവരി 6-ാം തീയതി, ഒത്തിരി തണുപ്പുള്ള ഒരു സമയമാണ്, ജനുവരി ശീതകാലമാണ്, മോൺട്രിയോൾ ദേശത്തൊക്കെ ഒത്തിരി മഞ്ഞ് പെയ്യുന്നൊരു സ്ഥലമാണ്. ആ ശീതകാലത്ത് ആണ് ബ്രദർ ആൻഡ്രെ മരിക്കുന്നത്. 1 മില്യണിൽ കൂടുതൽ ആൾക്കാർ, ജനങ്ങൾ ഈ ബ്രദർ ആൻഡ്രയുടെ മരിച്ചടക്കിനായിട്ട് വരികയാണ്. അവസാനമായിട്ട് ഒന്നും കൂടെ അവരുടെ സുഹൃത്തിനെ കാണുവാൻ വേണ്ടി എല്ലാവരും, അമേരിക്കാസിലുള്ള എല്ലാവരും, അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും എല്ലായിടത്തും ആൾക്കാർ ഒഴുകിയെത്തുന്നു. ഇന്നേ വരെ ഈ അമേരിക്കാസിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു മരിച്ചടക്ക് ചടങ്ങായിരുന്നു
ബ്രദർ ആൻഡ്രയുടേത്. ബ്രദർ ആൻഡ്ര became a true friend to all the people, a true brother to all the people. Now he is a true saint to all the people. എല്ലാവരുടെയും ഒരു സ്നേഹിതനായി ബ്രദർ ആൻഡ്ര, എല്ലാവർക്കും ഒരു സഹോദരനായി തീർന്നു. ഇപ്പോൾ എല്ലാവർക്കും ഒരു വിശുദ്ധനായിട്ട് ബ്രദർ ആൻഡ്ര 2010 ഒരു വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. 2010 ഒക്ടോബർ 17 ബ്രദർ ആൻഡ്ര വിശുദ്ധനായിട്ട് നാമകരണം ചെയ്തു. വിശുദ്ധൻ്റെ നാമകരണ ചടങ്ങിൽ അനേകായിരങ്ങൾ റോമിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ മോൺട്രിയോളിൽ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ വെച്ച് ഒരു കുർബാന സമർപ്പിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ്, വിശുദ്ധ ബ്രദർ ആൻഡ്രയുടെ ജീവിതത്തിന് വേണ്ടി നന്ദി പറഞ്ഞ് എല്ലാവരും പ്രാർത്ഥിച്ചു. ഈ വിശുദ്ധൻ്റെ ടൂംബ് സെയിൻറ്റ് ജോസഫ് ഓറട്ടറിയിലുണ്ട്, മോൺട്രിയോളിലുള്ള മലയുടെ മുകളിലുള്ള പള്ളിയിലുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധൻ്റെ ഹൃദയം എടുത്ത് വണക്കത്തിനായിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ വരുന്നവർക്കറിയാം, അനേകായിരങ്ങൾ ഈ പള്ളിയിലേക്ക് എല്ലാ ദിവസവും വരുന്നുണ്ട് എന്നറിയാം. ഈ വിശുദ്ധൻ്റെ മാതൃകയിൽ ഒത്തിരി പേര് ജീവിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ദൈവത്തോട് കൂടുതലായിട്ട് അടുക്കുവാനും വിശ്വാസത്തിൽ ആഴത്തിൽ വളരുവാനുമായിട്ട് ഒത്തിരി പേർക്ക് സാധിക്കുന്നുണ്ട്. വിശ്വാസം ഇല്ലാത്തവരും അവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ വരെ ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോകുമ്പോൾ അവർക്ക് അനുഭവങ്ങളുണ്ടാകുന്നു. അവർ പയ്യെ പയ്യെ ദൈവത്തിലേക്ക് കൂടുതലായിട്ട് അടുക്കുന്നു. വിശ്വാസമുള്ളവർ ഒന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവരുടെ ദൈവാനുഭവം കൂടുതൽ ആഴത്തിലേക്ക് കൂടുതൽ ശക്തമാവുകയാണ് ചെയ്യുന്നത്. അനേകായിരങ്ങൾ വരുന്നു, അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വിശുദ്ധ ബ്രദർ ആൻഡ്രയുടെ തിരുശേഷിപ്പിനോടുകൂടി ഇരിക്കുമ്പോൾ, ഈ തിരുശേഷിപ്പ് 2010 ആദ്യമായിട്ട് ഒളിമ്പിക് സ്റ്റേഡിയത്തിലാണ് എക്സ്പോസ് ചെയ്തത്, പ്രദർശിപ്പിച്ച് വെച്ചത്. താങ്ക്സ് ഗിവിങ് സെലിബ്രേഷൻ അവിടെ വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ ഈ റെലിക്ക് വയ്ക്കുകയുണ്ടായി. അതിനുശേഷം ഈ അമേരിക്കാസിലുള്ള പല സ്ഥലങ്ങളിലേക്ക്, പല രൂപതകളിലേക്ക്, ഇടവകളിലേക്ക്, കോളേജുകളിലേക്ക്, യൂണിവേഴ്സിറ്റികളിൽ എല്ലായിടത്തും പ്രദർശനത്തിനകത്ത് പോകാറുണ്ട്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് വന്ദിച്ചിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഒത്തിരി പേർക്ക് അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ഈ പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവർക്കും, നിങ്ങൾക്കെല്ലാവർക്കും വിശുദ്ധ ബ്രദർ ആൻഡ്രയുടെ മാധ്യസ്ഥത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങളും കൃപയും സമാധാനവും സ്നേഹവും ഒക്കെ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്നതിനായിട്ടുള്ള ഒരു പ്രത്യേക അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.